പ്രശ്നങ്ങൾക്കും അത്യാവശ്യം പരിഹാരം നമുക്ക് കാണാൻ പറ്റും. അതിനുള്ള സൗകര്യവും നമുക്ക് ചെയ്യാൻ കഴിയും എന്നുകൂടി ഞാൻ പറയുകയാണ്. പരമാവധി നമ്മൾക്ക് ഗ്രൂപ്പിലൂടെ തന്നെ എനിക്ക് എന്നോട് ചോദിച്ച എല്ലാ സംശയങ്ങൾക്കും ഞാൻ വ്യക്തമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം മാത്രം ഞാൻ കൊടുത്തിട്ടില്ല, അതെന്റെ ഓർമ്മയിലുണ്ട്. ഒരു ഡോക്ടർ എന്നോട് ചോദിച്ചിരുന്നു, നമ്മുടെ LTCയുടെ ഓർഡേഴ്സ് ചോദിച്ചിരുന്നു. ഞാൻ തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്, ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ വിദേശത്ത് പോകുന്ന തിരക്കായതുകൊണ്ട് എനിക്ക് തപ്പിയെടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് തന്നെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. എനിവേ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് തന്നെ കിടക്കാം. പെൻഷൻ ശരിക്കും പറഞ്ഞാൽ 1984 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് പെൻഷൻ നമ്മളുടെ റൈറ്റ് ആയത്. പെൻഷൻ നമ്മളുടെ റൈറ്റ് ആണ്. 1984 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് പെൻഷൻ റൈറ്റ് ആക്കിയത്. ശരിക്കും പറഞ്ഞാൽ പെൻഷനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്ന് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. പെൻഷൻ ഇൻക്ലൂഡ്സ് മന്ത്ലി പെൻഷൻ, ഗ്രാറ്റുവിറ്റി, DCRG. ഓക്കെ, അപ്പം ചില വ്യത്യാസം ഞാൻ ഗ്രാറ്റുവിറ്റിയും DCRGയും കൂടെ ചേർത്ത് പറഞ്ഞതിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. ഗ്രാറ്റുവിറ്റി വേറെ അല്ലാത്ത ചില കാര്യങ്ങളോട് ഉള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അപ്പൊ പെൻഷനും ഗ്രാറ്റുവിറ്റി, നമ്മുടെ പെൻഷൻ നമ്മുടെ റൈറ്റ് ആണ്. അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പെൻഷനും DCRGയും ചിലപ്പോൾ ഒരാള് റിസൈൻ ചെയ്താലോ അല്ലെങ്കിൽ അയാളെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തില് ഈ പറയുന്ന പോലെ റിമൂവ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇതൊന്നും കിട്ടത്തില്ല. അപ്പൊ അവിടെ ഒരു ചെറിയ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, നോ പെൻഷൻ ഓർ ഗ്രാറ്റുവിറ്റി വിൽ ബി പെയ്ഡ് ഇൻ ദ കേസ് ഓഫ് റെസിഗ്നേഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഓർ റിമൂവൽ ഫ്രം സർവീസ്. സർവീസിൽ നിന്ന് റിമൂവ് ചെയ്താലും അത് അവർക്ക് ഈ പെൻഷനോ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളോ കിട്ടത്തില്ല. ശരിക്കും ഇത് ഇത്ര പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ പാർട്ട് 3 ആണ് പെൻഷൻ എന്ന് പറയുന്നത്. പാർട്ട് 3 അതായത് വോളിയം 2 ആണ്. ഞാൻ ആ പുസ്തകം ഒന്ന് കാണിക്കാം, നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഇതാണ് ആ പുസ്തകം എന്ന് പറയുന്നത്. ഇതാണ് പെൻഷൻ റൂൾസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1200 പേജുണ്ട്. നമ്മൾ ഇതിനെല്ലാം ഒന്ന് സമ്മപ്പ് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളും പരീക്ഷയ്ക്ക് വരാൻ കൊള്ളാവുന്ന കാര്യങ്ങളും മാത്രം അങ്ങ് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് നമ്മൾക്ക്. ബിക്കോസ് യു ഹാവ് ഗോട്ട് ടൈം കൺസ്ട്രെയിൻസ്, നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. എനിവേ, അപ്പൊ നമ്മൾ പെൻഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെൻഷൻ എന്താണെന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് കോമ്പൻസേഷൻ പെൻഷൻ, രണ്ടാമത്തത് ഇൻവാലിഡ് പെൻഷൻ, മൂന്നാമത്തത് സൂപ്പർ ആനുവേഷൻ പെൻഷൻ, നാലാമത്തത് റിട്ടയറിംഗ് പെൻഷൻ. ഒരുപാട് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു പെൻഷനാണ് റിട്ടയറിംഗ് പെൻഷൻ. അതിനെക്കുറിച്ച് ഒരുപാട് പേര് എന്നെ സമീപിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി എന്നെ സമീപിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ റിട്ടയറിംഗ് പെൻഷൻ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ പെൻഷൻ പ്രായം 56 വയസ്സാണ്. 2012 മുമ്പ് 55 പക്ഷെ 2012 ഒരു ഓർഡർ, ഗവൺമെന്റ് ഓർഡർ പ്രകാരമാണ് അത് 56 ആക്കി. എന്നാൽ 2013 ഏപ്രിലിന് ശേഷം സർവീസിൽ കയറിയവരുടെ പെൻഷൻ പ്രായം 60 വയസ്സാണ്. കാരണം ദോസ് ആർ ഓപ്റ്റഡ് NPS, നാഷണൽ പെൻഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവരുടെ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് 60 വയസ്സാണ്. കേരളത്തില് ഇപ്പം മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ പെൻഷൻ പ്രായം മാറ്റിയിട്ടുണ്ട്. അതുപോലെ ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ പെൻഷൻ 60 വയസ്സാണ്. അതുപോലെ ഹൈക്കോടതി ജഡ്ജസിന്റെ 62, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ സുപ്രീം കോടതി ജഡ്ജി എന്നിവർ 65 വയസ്സുമായിട്ടാണ് നിശ്ചയപ്പെടുത്തിയിട്ടുള്ളത് പെൻഷൻ. ഇതൊന്നും നമ്മുടെ കൺസേൺ അല്ല, എന്നാലും ഞാൻ അതൊന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് പെൻഷനിൽ കോമ്പൻസേഷൻ പെൻഷൻ എന്താണ്? കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നഷ്ടപരിഹാരം വരുന്നുണ്ട്. കോമ്പൻസേഷൻ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ നഷ്ടപരിഹാരം വരുന്നുണ്ട്. എന്താണ് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു തസ്തിക നിർത്തലാക്കുന്നിരിക്കട്ടെ. തസ്തിക എന്ന് പറയുമ്പോൾ പെർമനന്റ് വേക്കൻസിയാണ്. ഇപ്പൊ പെർമനന്റ് വേക്കൻസി ഈസ് അബോളിഷ്ഡ്. അപ്പൊ ആ പോസ്റ്റ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ഡിസ്ചാർജ് ചെയ്യുകയെ നിവൃത്തിയുള്ളൂ. അപ്പൊ then it is necessary to discharge the employee from his duties. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് നമ്മുടെ അവകാശമാണ് ജോലി എന്ന് പറയുന്നത്.
ചുമ്മാതെ ജോലിയില്ല, ജോലി ഒരു ദിവസം ചുമ്മാതെ അങ്ങ് ഇറങ്ങി പോകുന്ന പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി വേണം. നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സാണ് കേൾക്കുന്നത്. അവരെ നാളെ DMO ആവാം, DHS ആകാം, എല്ലാം വളരെ എന്താ പറയുക നല്ല പോസ്റ്റിലൊക്കെ ഇരിക്കാം. 56 വയസ്സ് അവരുടെ ആ പൂർത്തിയാക്കി കഴിയുമ്പോഴത്തേന് അവർ ഒരു സുപ്രഭാതത്തില് രാവിലെ കാറില്ല, അല്ലെങ്കിൽ രാവിലെ ഓഫീസ് ഫോണില്ല, നമ്മുടെ AC റൂമിലോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ഡോക്ടേഴ്സിന് പിന്നെ ഈ പറയുന്നില്ല അവർ പ്രൊഫഷണൽസ് ആയതുകൊണ്ട്, അല്ലാത്ത നോർമൽ കേസിൽ ഞാൻ പറയുകയാണ്. ചില പൊതുമേഖലാ സ്ഥാപനത്തിലെ MD എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷം രൂപ ശമ്പളമോ അല്ലെങ്കിൽ അത് ആനുകൂല്യങ്ങളോ ഒക്കെ പറ്റിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ല, പെൻഷനും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന് സർവൈവൽ അത്യാവശ്യമാണ്. അവിടെയാണ് ദ ഓൺലി വൺ ഇമോളുമെന്റ് വിച്ച് ഈസ് എക്സ്റ്റെൻഡഡ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ സെക്യൂരിറ്റി. അതാണ് പെൻഷൻ എന്ന് പറയുന്നത്. നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഇമോളുമെന്റ്സ് അല്ലെങ്കിൽ അതിൽ ചെയ്തിരിക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് പെൻഷൻ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കണം. അപ്പൊ കോമ്പൻസേഷൻ പെൻഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം വെൻ എ പോസ്റ്റ് ഈസ് അബോളിഷ്ഡ്, അപ്പൊ പോസ്റ്റ് അബോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെ ഡിസ്ചാർജ് ചെയ്യും. അദ്ദേഹത്തിന് 2 ഓപ്ഷൻ ഉണ്ട്. 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹി കൻ ഓപ്റ്റ് എ പെൻഷൻ, കൂടാതെ അദ്ദേഹത്തിന് പുതിയൊരു പോസ്റ്റ് വേണമെങ്കിലും ആവശ്യപ്പെടാം. പക്ഷെ ആ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഗവർണറുടെ പോസ്റ്റ് ഒഴിവുണ്ട്, ആ പോസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടാൻ പറ്റത്തില്ല. സർക്കാർ നിശ്ചയിക്കുക, അതിൽ താഴ്ന്ന പോസ്റ്റൊക്കെ ആയിരിക്കും. അപ്പൊ നോർമലി ആരും അത് ഓപ്റ്റ് ചെയ്യാറില്ല. നോർമലി ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെയാണ് ഈ കോമ്പൻസേഷൻ പെൻഷന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നഷ്ടപരിഹാരമായിട്ട് പെൻഷൻ കിട്ടുന്നു, പക്ഷെ അതിന് 3 മാസം സമയം കൊടുക്കും. ടൈം അലൗഡ് എന്ന് പറയുന്നത് 3 months ആണ്. ഓർത്തിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. when a post is abolished, then it is necessary to discharge the employee from his duties. Then that employee has got 2 options, either to accept a pension or to accept a new post. If the employee is accepting a pension, then that pension is called a compensation pension. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ കോമ്പൻസേഷൻ പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോസ്റ്റിൽ നിന്ന് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പറഞ്ഞു വിടുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇപ്പം നമ്മള് ഈ മിസ്മാനേജ്മെന്റിന്റെ കേസ് പഠിക്കുമ്പോൾ ലോകം മുഴുവനും പഠിക്കുന്ന ഒരു കേസ് സ്റ്റഡിയാണ് നമ്മുടെ കല്ലട ഇറിഗേഷൻ പദ്ധതി എന്ന് പറയുന്നത്. എത്രയോ കോടി രൂപ മുടക്കിയിട്ട് യാതൊരു പ്രയോജനവും അതിൽ ഉണ്ടാവാത്ത മാനേജ്മെന്റ് പഠിക്കുന്നവർ, ഞാൻ മാനേജ്മെന്റിന്റെ അധ്യാപകനായതുകൊണ്ട് പറയാം, മിസ്മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ ചില കേസ് സ്റ്റഡീസ് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസ് സ്റ്റഡി പറയുന്ന പോലെ ഇങ്ങനെയൊക്കെയുള്ള ചില മിസ്മാനേജ്മെന്റ് കൊണ്ട് ചില പോസ്റ്റുകൾ അബോളിഷ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആനുകൂല്യം, ആ ജീവനക്കാരന് ജീവനാംശം, ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു ബെനിഫിറ്റ് ആണ് ഈ കോമ്പൻസേഷൻ പെൻഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് പെൻഷൻ. ഇൻവാലിഡ് പെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവശത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അവശത പലതരത്തിലുണ്ടാവും. സാംക്രമിക രോഗങ്ങൾ കൊണ്ട് അവശത ഉണ്ടാകാം. പിന്നെ മാത്രമല്ല അയാൾക്ക് മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും അവശത ഉണ്ടാകാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും വൈൽഡ് ആനിമൽസിന്റെ ആക്രമണം ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ ഡ്രൈവർ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഏതെങ്കിലും തരത്തില് ആക്സിഡന്റ് ഉണ്ടായി അയാൾക്ക് കൈക്ക് സ്വാധീനക്കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ജോലി ഡ്രൈവിംഗ് ആണ്, അയാൾക്ക് പറ്റില്ല. പക്ഷെ ഇപ്പൊ പിന്നെ ഡ്രൈവർ കം അറ്റൻഡന്റ് അങ്ങനെ അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ചിലർക്ക് ചില സാംക്രമിക രോഗങ്ങൾ, ഒരു കാലത്ത് സാംക്രമിക രോഗങ്ങൾ ഒരുപാട് പടർന്നു പിടിച്ചിരുന്ന കാലഘട്ടം, ഇതൊക്കെ ഉണ്ടാക്കിയ ഈ റൂളുകളൊക്കെ ഉണ്ടാക്കി ഒരുപാട് കാലങ്ങൾക്ക് മുമ്പായതുകൊണ്ടാണ്. അപ്പൊ ഈ സാംക്രമിക രോഗം ഉള്ള ഒരാളെ നമ്മളുടെ ഓഫീസിൽ നമ്മളുടെ കൂടെ നമ്മുടെ എന്താ പറയുക സമൂഹത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ അവർക്ക് പ്രവർത്തിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷനാണ് ഇൻവാലിഡ് പെൻഷൻ എന്ന് പറയുന്നത്. ആ ഇൻവാലിഡ് പെൻഷൻ അങ്ങനെ കൊടുക്കണമെങ്കിൽ
മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കമ്പൽസറിയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ചില അതിനൊരു ഫോമും ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സിവിൽ സർജന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി അയാൾക്ക് ഇത്തരത്തിലുള്ള രോഗമുണ്ടെന്നും അയാൾക്ക് തുടർന്ന് ജോലി ചെയ്യുന്നതിന് എന്താ പറയുക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു കാരണം പറഞ്ഞു വേണം അയാൾക്ക് ആ പെൻഷൻ. പിന്നെ മൂന്നാമത്തെ പെൻഷൻ എന്ന് പറയുന്നത് സൂപ്പർ ആനുവേഷൻ പെൻഷൻ. സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളിൽ എന്ന് പറയുമ്പോൾ സർക്കാർ പെൻഷൻ പ്രായം പുനർനിർണയിക്കും. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം മിക്കവാറും നമ്മുടെ ബാക്കി എല്ലാവർക്കും 60 വയസ്സാക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് ഓർഡറിന് അനുസൃതമായിട്ട് സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് പ്രായം നിർണയിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 2013 മുമ്പ് ഏപ്രിലിന് മുമ്പ് സർവീസിൽ കയറിയവർക്ക് പെൻഷൻ പ്രായം 56 നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 2013 ഏപ്രിലിന് ശേഷം സർവീസിൽ കയറിയവരുടെ പെൻഷൻ പ്രായം 60 നിർണയിച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ദോസ് ആർ ഓപ്റ്റഡ് NPS, അവർക്ക് നാഷണൽ പെൻഷൻ സ്കീമാണ് അവർക്ക് ബാധകം എന്ന് പറയുന്നത്. അതും വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർ റിട്ടയർ ചെയ്യുന്നതിനുള്ള പ്രായം നിർണയിച്ചിട്ടുണ്ട്. ആ നിർണയിച്ച പ്രായത്തിൽ തന്നെ നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾക്ക് ഈ പറഞ്ഞ 56 വയസ്സും 60 വയസ്സും എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് പാർട്ട് ടൈം സ്വീപ്പർ PTSകാരുടെ പെൻഷൻ പ്രായം 70 വയസ്സാണ്. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ദി ഏജ് ഓഫ് റിട്ടയർമെന്റ് ഓഫ് പാർട്ട് ടൈം സ്വീപ്പേഴ്സ് 70 ഇയേഴ്സ് ആണ്. അപ്പൊ അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത്ര പറഞ്ഞ കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാവർക്കും അത് മനസ്സിലായി എന്നും വിചാരിക്കുന്നു. ഇനി റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് വോളണ്ടറി റിട്ടയർമെന്റ്. ഇപ്പം ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഒരുപാട് ഡോക്ടർമാർ വോളണ്ടറി റിട്ടയർമെന്റ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ ഒളിഞ്ഞും തെളിഞ്ഞും പലരും വന്ന് കണ്ടിട്ടുണ്ട്. എങ്ങനെ വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അപ്പം എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മളുടെ ജോലിക്ക് ഇപ്പൊ സേഫ്റ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് പഴയത് അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അതിനുവേണ്ടി പ്രത്യേക ഒരു നിയമം, ഞാൻ അതിനുവേണ്ടി ക്ലാസ്സും എടുത്തിട്ടുണ്ട്. ആശുപത്രികളെ രോഗികളെ ആക്രമിക്കുകയും അല്ലെങ്കിൽ ആശുപത്രി ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ നഷ്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതില് എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടതെന്നും അതിലെ എങ്ങനെയാണ് കോടതിയെ സമീപിക്കേണ്ടതെന്നും അത് എത്ര കാലത്തിനുള്ളിൽ തീർക്കണമെന്നും ഇതിനൊക്കെ നിയമമുണ്ട്. കൂടുതലായി പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന പല ഡോക്ടേഴ്സിനും ഈ പറയുന്ന പോലെ എന്താ പറയാ ദൈവത്തിന്റെ കൃപ കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റീസെന്റ്ലി വളരെ ഏറെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു, ബഹുമാനത്തോടെ കാണുന്ന ഒരു ഡോക്ടർ പറയുകയും ചെയ്തു, സാറെ ഭയങ്കര ബുദ്ധിമുട്ടായത് ഇങ്ങനെയൊക്കെ, പിന്നെ ഒരു ധൈര്യത്തിൽ പോകുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു ഓപ്റ്റ് ചെയ്യുന്ന ഒരു പെൻഷനാണ് റിട്ടയറിംഗ് പെൻഷൻ. അപ്പൊ 20 വർഷം സർവീസ്, ഞാൻ അതിന് ഇച്ചിരി പൊടിപ്പൊന്നുണ്ടല്ലോ ഒക്കെ ചേർത്ത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം 20 വർഷം സർവീസ് പൂർത്തിയാക്കിയ ഒരാൾക്ക് ഈ പറഞ്ഞ ഈ വോളണ്ടറി റിട്ടയർമെന്റ് അപേക്ഷ കൊടുക്കാം. 3 മാസം സമയത്ത് കൊടുത്ത്. അപ്പൊ വേറൊരു കാര്യമുണ്ട്, അതില് വിജിലൻസ് കേസ് ഉണ്ടാവരുത്, ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഉണ്ടാവരുത്. പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് മറ്റ് ചില ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകൾ ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എന്ന് പറയുമ്പോൾ സർക്കാരിൽ നിന്നും ഹ്യൂജ് ലോണ് ലയബിലിറ്റി ഉള്ളവർ വേണമെങ്കിൽ പെൻഷനൊക്കെ ഓപ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. അപ്പൊ റിട്ടയറിംഗ് പെൻഷൻ, അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് കോമ്പൻസേഷൻ പെൻഷൻ. കോമ്പൻസേഷൻ പെൻഷൻ എന്ന് പറയുമ്പോൾ when a post is abolished, then it is necessary to discharge that employee from his duties. Then he has got some benefits, he has to extend some benefits. ആ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് either he can opt a pension or to opt a new post. ന്യൂ പോസ്റ്റ് എന്ന് പറയുന്നത് അവർ ചോദിക്കുന്ന പോസ്റ്റ് കൊടുക്കണമെന്നില്ല. If the employee is opting a pension, then that pension is called compensation pension. അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വിച്ച് ഈസ് ആൻ ഓപ്ഷണൽ പെൻഷൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് ആൻ ഓപ്ഷണൽ പെൻഷൻ,
അപ്പൊ അത് ഈ നാല് ഇത് തരും. OMR 4 ഓപ്ഷൻസ് തരും. അപ്പം വിച്ച് ഈസ് ആൻ ഓപ്ഷണൽ പെൻഷൻ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് കോമ്പൻസേഷൻ പെൻഷൻ. അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം ഇൻവാലിഡ് പെൻഷൻ. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് ജോലി ചെയ്യുന്നതിന് ആവശ്യത ഉണ്ടെങ്കിൽ, ഇൻകേപ്പബിൾ ടു ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ്, then with the support of the medical certificate obtained from the competent authority, he can be granted a pension. That pension is called a invalid pension. Then the other pension is called a superannuation pension. A superannuation pension എന്ന് പറയുമ്പോഴും ഗവൺമെന്റ്, ഞാൻ പറഞ്ഞു, ഗവൺമെന്റിന് ഏതെങ്കിലും ഗവൺമെന്റ് ഓർഡറിന്റെ പിൻബലത്തോടു കൂടി, അല്ലെങ്കിൽ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് ഇറക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് തരുന്ന ഓർഡറിന് അനുസൃതമായിട്ട് റിട്ടയർമെന്റ് ഏജ് നിർണ്ണയിക്കുന്ന ആ ഏജിൽ തന്നെ റിട്ടയർ ചെയ്യുന്ന പ്രക്രിയയാണ്, അതാണ് സൂപ്പർഅന്വേഷൻ പെൻഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇറ്റ് ഈസ് കാൾഡ്, അതർവൈസ് കാൾഡ് നോർമൽ പെൻഷൻ. നമ്മുടെ സാധാരണഗതിയിൽ നോർമലി നമ്മളെല്ലാവരുടെ അവിടെയാണ് 56 വയസ്സെന്ന് ഞാൻ പറഞ്ഞത്, 60 വയസ്സെന്നും പറഞ്ഞത്. അപ്പൊ 2013 മുമ്പ് സർവീസിൽ കയറിയ ഓരോ എംപ്ലോയിക്ക് 56 വയസ്സും 2013 ഏപ്രിലിന് ശേഷം കയറിയവർക്ക് NPS those who are entered in service after April 13, April 2013, then അവര് NPS they will come under NPS system. അപ്പൊ അവരുടെ ഏജ് ഓഫ് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ 60 years ആണ്. അതിൽ തന്നെ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. കോൺട്രഡിക്ഷൻസ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഇക്കൂട്ടത്തിൽ തന്നെ 2012 നോട്ടിഫിക്കേഷൻ വന്നവർക്ക്, അല്ലെങ്കിൽ 2013 മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നവര് 2013 ശേഷമാണ് ജോയിൻ ചെയ്തെങ്കിലും അവർക്കൊക്കെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, അതായത് ഞാൻ ഈ പറഞ്ഞ സൂപ്പർഅന്വേഷൻ പെൻഷൻ, അതിനുള്ള അർഹതയുണ്ട് എന്ന് കോടതി വിധികളുണ്ട്. ഒരുപാട് കേസസ് പെൻഡിങ് കിടപ്പുണ്ട്. അപ്പം 2013 മുമ്പ് അഡ്വൈസ് കിട്ടിയവര് 2013 ശേഷമായിരിക്കും ജോയിൻ ചെയ്തത്, അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയത്. ഇങ്ങനെയൊക്കെയുള്ള ചില കേസസ് ഉണ്ട്. ഇതിനെല്ലാം ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടാൻ അർഹതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കേസുകൾ പെൻഡിങ് ആണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കേസിൽ കക്ഷി ചേരുകയോ, അല്ലെങ്കിൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ആലോചിച്ച് പുതിയ OP കൊടുക്കുകയോ, അതുകൊണ്ട് കൊടുത്താൽ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പിന്നുള്ളത് ഞാൻ പറഞ്ഞത് റിട്ടയറിംഗ് പെൻഷനാണ്. റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 20 വർഷവും അതിലധികവും, ഒരു എംപ്ലോയിക്ക് 20 വർഷം സർവീസ് ഉണ്ടെങ്കിൽ ആ ആളിന് റിട്ടയർ ചെയ്യുന്നതിന്, വോളണ്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുന്നതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ഈ റിട്ടയറിംഗ് പെൻഷൻ അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ചില നിബന്ധനകളുണ്ട്. നമുക്ക് ഒരാൾക്ക് ഇപ്പൊ 6 മാസം, ഇപ്പം 28 വർഷം 7 മാസം സർവീസ് ഉണ്ട്. 28 years and 7 months ആണെങ്കിൽ 29 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. 6 മാസവും അതിനു മുകളിലുള്ളതും റൗണ്ടഡ് ടു ദി നെക്സ്റ്റ് ഫിഗർ ആണ്. ബിലോ 6 months എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ഒമിറ്റഡ്. ഒന്നുകൂടെ ഞാൻ പറയാം, 25 വർഷവും 7 മാസം അല്ലെങ്കിൽ 25 വർഷം 6 മാസം ചില്ലറ ഉള്ളവര് ഒരാൾക്ക് 26 വർഷമായിട്ട് കണക്കുകൂട്ട്, പെൻഷൻ കണക്കുകൂട്ട്. പക്ഷെ ബിലോ 6 months എന്ന് പറയുന്നത് എന്താണ്? വിൽ ബി ഒമിറ്റഡ്. പിന്നെ ഒരാൾ സർവീസിൽ കയറിയത് 1-ാം തീയതിയാണ് സർവീസിൽ. പെട്ടെന്ന് ഓർത്തിരിക്കുക, ഞാനിപ്പോഴും എല്ലായിടത്തും അത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയാറുണ്ട്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് April 1st ആണ്. അപ്പൊ ഞാൻ റിട്ടയർ ചെയ്യേണ്ടത് March 31-നാണ്. അപ്പൊ ഇഫ് ദ ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് 1st of any month, 1-ാം തീയതി ആണെങ്കിൽ, 1-ാം തീയതിയാണ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ അയാൾക്ക് നഷ്ടമാണ്. പറഞ്ഞ തലേ മാസത്തെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ റിട്ടയർ ചെയ്യണം. അതിനെ ഓർത്തിരിക്കാൻ വേണ്ടി അത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് May 1 ആണെങ്കിൽ അയാൾ എന്ന് റിട്ടയർ ചെയ്യണമെന്ന്, ഇങ്ങനൊക്കെ ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ OMR ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ തരുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, 6 മാസവും അതിൽ കൂടുതലും ഉള്ളത് ദാറ്റ് വിൽ ബി റൗണ്ടഡ് ടു ദി നെക്സ്റ്റ് ഇയർ. then below 6 months എന്ന് പറയുന്നത് that will be omitted. പിന്നെ അത് എല്ലാ കേസിലും അല്ല. നമുക്ക് ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് 30 years ആണ്. 30 വർഷം സർവീസ് ഉള്ള ഒരാൾക്കാണ് ഫുൾ പെൻഷൻ.
അപ്പൊ ഈ 30 വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 29 വർഷവും ഒരു ദിവസവും ആയാലും അത് 30 കണക്ക് കൂട്ടും. ഒന്നുകൂടെ ആലോചിച്ചു മനസ്സിലാക്കിക്കോളൂ. 29 years and 1 day will be rounded to 30 years. എന്നാൽ DCRGക്ക് മാക്സിമം, അതായത് ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് മാക്സിമം പെൻഷൻ. അപ്പം ഇഫ് ആൻ എംപ്ലോയി ഗെറ്റ്സ് മാക്സിമം പെൻഷൻ, he needs how many years of qualifying service എന്ന് ചോദിച്ചാൽ 30 years. 30 years വേണം. പക്ഷെ 29 years and 1 day will be rounded to 30 years. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട്. DCRGക്ക് മാക്സിമം ഇയേഴ്സ് 33 years ആണ് കൊടുത്തിരിക്കുന്നത്. 33 വർഷമാണ് DCRG കിട്ടാനുള്ള മാക്സിമം. 34 വർഷം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റൗണ്ട് ടു 33. ഇപ്പൊ ഒരാൾക്ക് കൂടുതൽ സർവീസ് ഉണ്ടെങ്കിൽ അത് 30 റൗണ്ട് ചെയ്ത് അവർക്ക് ആ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് അറിഞ്ഞിരിക്കാൻ, ഞാൻ എല്ലാം OMR ടൈപ്പിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എക്സാമിനേഷന് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. മിനിമം പെൻഷൻ, അതായത് മിനിമം പെൻഷൻ എത്ര വർഷം സർവീസ് വേണമെന്ന് ചോദിക്കാം. മിനിമം പെൻഷൻ കിട്ടാൻ 10 വർഷം സർവീസ് മതി. മിനിമം പെൻഷന് 10 years സർവീസ് മതി. 10 years. ഒരാൾ 45-ാമത്തെ വയസ്സിൽ 46-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറിയാലും അയാൾക്ക് 10 വർഷം സർവീസ് കിട്ടി അയാൾക്ക് മിനിമം പെൻഷൻ കിട്ടാനുള്ള യോഗ്യത ഉണ്ട്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ എംപ്ലോയി ആണെങ്കിൽ മിനിമം പെൻഷന് 3 വർഷം മതി. ഇപ്പൊ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നല്ല പറയുന്നത്, ചലഞ്ചഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ അയാൾക്ക് 3 വർഷം സർവീസ് ഉണ്ടെങ്കിൽ മിനിമം പെൻഷൻ കിട്ടും. ഒന്നുകൂടെ പറയാം ഞാൻ. മാക്സിമം പെൻഷൻ 30 years ഓഫ് സർവീസ് ആണ്. 29 years and 1 day will be rounded to 30 years. Maximum DCRG 33 years. Then number of years required to draw minimum pension is 10 years. But for physically handicapped employees, then the minimum pension for getting minimum pension qualifying service required is 3 years. അപ്പൊ ഞാൻ DCRGക്ക് മാക്സിമം 33 വർഷമാണെങ്കിൽ മിനിമം എത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ല, 5 വർഷമാണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ കൊള്ളാം. റിപ്പീറ്റ് ഓൺസ് അഗൈൻ, ഓർത്തിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. മാക്സിമം പെൻഷൻ ഓർ ഫുൾ പെൻഷൻ അങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കും. 30 years ആണ്. 29 years and 1 day will be rounded to 30 years. Then minimum pension qualifying service required for minimum pension is 10 years. Then for physically handicapped employees, qualifying service required for getting minimum pension is 3 years. Then qualifying service for getting maximum DCRG, maximum period required is 33 years and minimum period required is 5 years. ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു, if the date of birth is 1st of any month, then he has to retire the last working day of the previous month. പക്ഷെ 2-ാം തീയതി ആയി കഴിഞ്ഞാൽ ആ മാസത്തെ അവസാനത്തെ ദിവസം വരെ കിട്ടും. ഇപ്പൊ 15-ാം തീയതിയാണ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ അയാൾക്ക് 30-ാം തീയതിയോ അല്ലെങ്കിൽ 28-ാം തീയതിയോ, ഫെബ്രുവരി ആണ് 28-ാം തീയതിയോ അല്ലെങ്കിൽ 29 അല്ലെങ്കിൽ മാർച്ച് ആണെങ്കിൽ 31 ആ ദിവസം റിട്ടയർ ചെയ്താൽ മതി. ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ പ്ലീസ്. ഇനി നമ്മൾ അതിന്റെ കാൽക്കുലേഷനൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പ്ലീസ്. ഫോർ എലിജിബിലിറ്റി ഫോർ ഫിസിക്കലി അല്ല, അത് 30 വർഷം തന്നെയാണ്. അതിന് മാറ്റമില്ല. 30 years ആണ്. 29 years and 1 day will be rounded to 30 years. അല്ലാതെ അവർക്ക് കുറച്ചിട്ടില്ല. ഓക്കെ. ഹലോ പറഞ്ഞാട്ടെ. ഹലോ സാർ, ഞാൻ ഡോക്ടർ സിന്ധു ആണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. സാർ, ഈ പെൻഷന്റെ കാര്യം പറഞ്ഞില്ലേ, ഫിസിക്കലി ചാലഞ്ച്ഡ് പേഴ്സൺസിന് 3 years ഫോർ ഫുൾ പെൻഷൻ എന്നുള്ളത്. ഫുൾ പെൻഷൻ ഞാൻ പറഞ്ഞില്ല, മിനിമം പെൻഷൻ എന്നാ പറഞ്ഞത്. മിനിമം, ഓക്കെ സാർ. മിനിമം പെൻഷൻ. അപ്പം ഫിസിക്കലി ചാലഞ്ച്ഡ് എന്നുള്ളത് അവര് അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ആണോ അതോ പിന്നീട് ഇൻ ദ കോഴ്സ് ഓഫ് സർവീസ് അവര് ഫിസിക്കലി ചാലഞ്ച്ഡ് ആയാലും? അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ നമുക്കിപ്പം ഫിസിക്കലി ചലഞ്ചഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സമയം മനുഷ്യൻ എന്ത് സംഭവിക്കാം. അത് അറ്റ് ദ ടൈം ഓഫ് ബിഫോർ ജോയിനിങ് എന്നോ ആഫ്റ്റർ ജോയിനിങ് എന്നോ ഞാൻ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടില്ല. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ സാർ സർവീസിൽ ഇരിക്കുമ്പം
അവര് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയി കഴിഞ്ഞാല് അപ്പം തീർച്ചയായിട്ടും they will come under the purview of physically challenged employees. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഓപ്ഷണൽ പെൻഷൻ അല്ല. വോളണ്ടറി പെൻഷൻ നിർബന്ധം പറയുന്നുണ്ട്. 20 വർഷം സർവീസ് വേണമെന്ന് നിർബന്ധം പറയുന്നുണ്ട്. ഫോർ getting the benefit of retiring pension, an employee has to acquire qualifying service 20 years. പക്ഷെ ഓപ്ഷണൽ അല്ല അത്. That is not an optional pension. The optional pension is only compensation pension. അവിടെയാണ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സാധ്യതകളുണ്ട്. അവിടെയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പം ഹോട്ടലിൽ പോകുമ്പോൾ മെനു നമുക്ക് തരുമ്പോൾ വി ഹാവ് ഗോട്ട് വേരിയസ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് പോലെ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. either to accept a new post or to accept a pension. If pension is accepting, then that pension is called compensation pension. Okay, then maximum DCRG എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. DCRG മാക്സിമം പുതിയ പേ റിവിഷൻ അനുസരിച്ച് 17 lakhs ആണ്. അത് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഏജ് ഓഫ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട് ടൈം സ്വീപ്പർ എന്ന് പറയുന്നത് 70 years ആണ്. അത് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 70 വയസ്സാണ് ഏജ് ഓഫ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട് ടൈം സ്വീപ്പർ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പം DCRG മാക്സിമം എന്ന് പറയുന്നത് പുതിയ പേ റിവിഷൻ പ്രകാരം 17 ലക്ഷമാണ്. തൊട്ട് മുമ്പത്തെ പേ റിവിഷൻ പ്രകാരം, അതായത് 2014 പേ റിവിഷൻ പ്രകാരം 14 ലക്ഷമാണ്. 2021 പേ റിവിഷനിൽ പറയുന്നത് 17 ലക്ഷമാണ്. അപ്പൊ അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. 17 ലക്ഷം രൂപയാണ് ഇപ്പം നിങ്ങളുടെയൊക്കെ സർവീസ് വെച്ചും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സാലറി വെച്ചും ഒക്കെ 17 ലക്ഷം കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, എനി മോർ ഡൗട്ട്സ് പ്ലീസ്? എനി മോർ ഡൗട്ട്? അപ്പൊ ബേസിക്കലി പെൻഷന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെൻഷൻ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പെൻഷന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബേസിക് പേ അറിയാം. ഇപ്പോഴത്തെ ബേസിക് പേ അറിയാം എല്ലാവർക്കും. ഞാനൊരു ഉദ്ദേശം പറയുകയാണ്, 1 ലക്ഷം രൂപ എന്നിരിക്കട്ടെ. ഇപ്പോഴത്തെ നിങ്ങൾ എന്താ പറയുക, ഇമാജിൻ യുവർ സാലറി, ബേസിക് പേ എത്ര രൂപയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഏകദേശ രൂപയാണ് പറയുന്നത് 1 ലക്ഷം രൂപ. അവസാന 10 മാസത്തെ ശമ്പളം എടുക്കണം, ആഡ് ചെയ്യണം. അവസാനത്തെ 10 മാസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ 10 മാസത്തെ ശമ്പളത്തിനിടയിൽ ചിലപ്പോൾ ഇൻക്രിമെന്റ് വരാം, ചിലപ്പോൾ പ്രൊമോഷൻ വരാം, ചിലപ്പോൾ ഗ്രേഡ് പ്രൊമോഷൻ കിട്ടാം, ചിലപ്പോൾ റിവേർഷനും വരാം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ ഞാൻ പറയാം. ഫോർ കാൽക്കുലേറ്റിംഗ് പെൻഷൻ, ടേക്ക് ലാസ്റ്റ് 10 months സാലറി. പക്ഷെ ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയ ആണ് ഉള്ളതെന്ന് പറയുന്നത്. പക്ഷെ DCRGയുടെ ക്രൈറ്റീരിയ അതല്ല. DCRGക്ക് എടുക്കുന്ന എമോളിമെന്റ്സ് എന്ന് പറയുന്നത് വേറെയാണ്. പക്ഷെ പെൻഷൻ എടുക്കുന്ന ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് 10 മാസത്തെ ശമ്പളം. ആ ശമ്പളം എന്ന് പറഞ്ഞാൽ ബേസിക് പേ. പേ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ബേസിക് പേ ഉണ്ട്, പേഴ്സണൽ പേ ഉണ്ട്, സ്പെഷ്യൽ പേ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പേ അല്ല, അതെല്ലാം കൂടെ കൂട്ടും. ഈ 10 മാസത്തെ കൂട്ടുക. ടേക്ക് ദ ആവറേജ്. പക്ഷേ 1 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അവസാനത്തെ 10 ശമ്പളം കിട്ടുന്നതെങ്കിൽ 10 മാസത്തെ ശമ്പളം കൂട്ടുമ്പോൾ 10 ലക്ഷം രൂപ. പ്ലീസ് ലിസൺ കെയർഫുള്ളി. 10 ലക്ഷം രൂപ. ആ 10 ലക്ഷം രൂപയുടെ ആവറേജ് എടുക്കണം. ആവറേജ് എന്ന് പറയുമ്പോൾ 10 lakhs divided by 10. അത് ഞാൻ പറഞ്ഞു, ഇതിന്റെ ഇടയിൽ വേറെ മാറ്റങ്ങൾ വരും. ഞാൻ പക്ഷേ റൗണ്ടഡ് ഫിഗർ പറഞ്ഞെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇൻക്രിമെന്റ് വരാം, പ്രൊമോഷൻ വരാം, അതെല്ലാം കൂട്ടും. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ചില 10,30,000 വരാം, 40,000 വരാം. പക്ഷെ നമ്മൾ ഇത് പെട്ടെന്ന് തലയിൽ നമ്മുടെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. 10 ലക്ഷം രൂപ. അപ്പം അത് 1 ലക്ഷം വെച്ച് 10 മാസത്തെ കൂട്ടി കഴിഞ്ഞപ്പോൾ 10 lakhs കിട്ടി.
അപ്പൊ ഈ 10 lakhs കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 10, ആവറേജ് ഡിവൈഡഡ് ബൈ 10 ആയപ്പോഴോ 1 lakh കിട്ടി. ഒരാൾക്ക് എത്ര വർഷം സർവീസ്, ക്വാളിഫയിങ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 30 വർഷം ഉണ്ടെന്ന് കണക്ക് കൂട്ടാം. യു ഇമാജിൻ ദാറ്റ് യു ഹാവ് ഗോട്ട് 30 years ഓഫ് സർവീസ്, യു ആർ എലിജിബിൾ ആൻഡ് എൻറ്റൈറ്റിൽഡ് ടു എൻജോയ് ഫുൾ പെൻഷൻ. യു ഇമാജിൻ ദാറ്റ്, then half of the amount will get as your pension. 1 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 വർഷം സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേർപകുതി 50,000 രൂപ പെൻഷൻ കിട്ടും. പിന്നെ അതിൻ്റെ DA ബാക്കിയൊക്കെ ഉണ്ട്, അതല്ല പെൻഷൻ കിട്ടും 50,000 രൂപ. പക്ഷെ നിങ്ങൾക്ക് 30 വർഷം സർവീസ് ഇല്ലെങ്കിലോ 28 വർഷമേ ഉള്ളെങ്കിൽ 30 വർഷത്തേക്ക് 50,000 രൂപയാണ്. എന്നാൽ 28 വർഷത്തേക്ക് 50,000 ഗുണം 30 28, അതായിരിക്കും നിങ്ങളുടെ പെൻഷൻ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ ഇച്ചിരി ചിലപ്പോൾ ചിലർക്കൊക്കെ അക്വൈൻറ്റൻസ് കുറവായിരിക്കാം, എന്നാലും ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുക. ഒന്നുകൂടെ ഞാൻ ഐ എം എക്സ്പ്ലെയിനിങ് ദ സെയിം വൺസ് അഗെയിൻ. യു ആർ ഡ്രോയിങ് salary with the basic pay 1 lakh rupees. While taking last 10 months എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിട്ടയർമെന്റ് ഏപ്രിൽ ആണെങ്കിൽ ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി, ജനുവരി, ദെൻ പ്രീവിയസ് ഇയർ ഡിസംബർ, അങ്ങനെ 10 മാസത്തെ എടുക്കണം. പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്തു ലാസ്റ്റ് 10 മാസത്തെ ശമ്പളം. Then take the average of the last 10 months salary. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 10 ലക്ഷം, 1 ലക്ഷമായിരുന്നു, അത് 10 ലക്ഷമായി. ലാസ്റ്റ് 10 monthsന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 10 lakhs ഡിവൈഡഡ് ബൈ 10 ആണ്, ദാറ്റ് ഈസ് 1 lakh. അതിന്റെ നേർപകുതി എന്ന് പറയുന്നത് 50,000. ഇഫ് യു ആർ ഹാവിങ് 30 years and more service, then you are eligible to get full pension. You are entitled to get full pension. The full pension is 50,000, half of the average emoluments of the last 10 months salary. If your qualifying service is less than 30 years, then proportionate will be extended. അതായത് 30-ൽ 27 ഉള്ളെങ്കിൽ 27 വർഷം സർവീസ് ഉള്ളെങ്കിൽ 30-ൽ 27 ഗുണം 50,000, അപ്പൊ 45,000 കിട്ടുന്നത്. 30-ൽ 27 എന്ന് പറയുമ്പോൾ 9 എന്തോ 5,000 ഗുണം 9 45,000 രൂപയെ കിട്ടത്തുള്ളൂ 27 വർഷം സർവീസ് ഉണ്ട്. ലൈക്ക് വൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പെൻഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ പ്ലീസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. പിന്നെ നിങ്ങളുടെ ക്വാളിഫയിങ് സർവീസിൽ നിങ്ങൾക്ക് പ്രയർ സർവീസ് പലതും കൂട്ടാം. ഇപ്പം നിങ്ങൾ ഇതിന് ജോലിയിൽ ഇരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഈ പറഞ്ഞോ, ചോദിച്ചോ. 20 years സർവീസിനോ 20 years സർവീസ് മാത്രമാണ് ഓൺ റിട്ടയർമെന്റ്. അപ്പൊ 30-ൽ 20 ഗുണം 50,000. ഞാൻ ഈ 50,000 പറഞ്ഞ കേസ് ഡോക്ടർക്ക് മനസ്സിലായല്ലോ. അപ്പൊ 20 വർഷം സർവീസ് ഉണ്ടെങ്കിൽ 30-ൽ 20 ഗുണം 50,000. മനസ്സിലായില്ലേ പറഞ്ഞേ? 2/3 of 50,000 കിട്ടും. 2/3 of 50,000 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15, ഒരു 30,000 30. അത് എത്രയാന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. Any more questions, please. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ 10 വർഷം എന്നുള്ളത് 9 days and 1 day will be reckoned as 10 years മിനിമം പെൻഷന്. 9 വർഷവും 1 ദിവസമാണെങ്കിലും 10 വർഷമായിട്ട് കണക്കും. അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡുകാർക്ക് 2 years and 1 day will also be calculated as 3 years. But also 29 years and 1 day also will be rounded to 30 years. അതൊക്കെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാമുള്ളൂ. അതുപോലെ 32 years.
യെസ് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് സാറേ കുറച്ച് ഡൗട്ട്സ്. ആ How much അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. ദേ കൻ ആസ്ക് മീ പേഴ്സണലി. ഞാൻ അതെല്ലാ ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്യാം. എന്താ അല്ലെങ്കിൽ ഒന്ന് വായിക്കാം, ഡോക്ടർ ഒന്ന് വായിക്കാം. okay, how much will be the minimum pension? മിനിമം പെൻഷന് ആ സ്റ്റേജ് അത് പേറുഷനിലാണ് പറയുന്നത്. അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മിനിമം പെൻഷൻ എത്ര കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പേറുഷനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പേറുഷനിലും പറഞ്ഞിരിക്കുന്ന മിനിമം പെൻഷൻ ഡിഫറൻ്റ് ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് പേറുഷൻ എടുത്ത് ഞാൻ അതിൽ മിനിമം പെൻഷൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ പേറുഷനിൽ എത്രയാണ്, ഇപ്പോൾ 15,000 രൂപയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഇപ്പൊ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പലരും ചോദിച്ചിരിക്കുന്നു. അപ്പം ഇതാണ് ഇതിനകത്തുള്ള. അപ്പൊ ലാസ്റ്റ് 10, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് 10 മാസത്തെ ശമ്പളം നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അവസാന 10 മാസത്തെ ശമ്പളം കാൽക്കുലേറ്റ് ചെയ്ത്, ശമ്പളം എന്ന് പറയുമ്പോൾ പേ ഇൻക്ലൂഡ്സ്, പേയിൽ വരുന്ന പേയുടെ പെർവ്യൂവിൽ വരുന്ന എല്ലാം കൂട്ടിയിട്ട് ആ 10 എണ്ണവും കൂട്ടി ആഡ് ചെയ്ത് അതിന്റെ എന്താ പറയുക, ആവറേജ് എടുക്കുക. ആവറേജിന്റെ നേർ പകുതി എന്ന് പറയുന്നത് 30 വർഷത്തെ പെൻഷനാണ്. അപ്പൊ ആ 30 അല്ലെങ്കിൽ ഫുൾ പെൻഷനാണ്. നിങ്ങൾക്ക് 25 വർഷമേ ക്വാളിഫയിങ് സർവീസ് ഉള്ളെങ്കിൽ, അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ക്വാളിഫയിങ് സർവീസ്. ഇപ്പൊ നിങ്ങൾക്ക് സസ്പെൻഷൻ ഉണ്ടെങ്കിൽ ആ പീരീഡ് സർവീസിൽ കൂട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പീരീഡ് കൂട്ടത്തില്ല. അത്രയും വിശദമായിട്ട് പറഞ്ഞില്ല ഞാൻ. അപ്പൊ നിങ്ങളുടെ ക്വാളിഫയിങ് സർവീസ് എത്രയുണ്ട് അതിന്റെ പ്രപ്പോർഷനേറ്റ് പെൻഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും അവരുടെ പെൻഷൻ അറിയണമെങ്കിൽ ലാസ്റ്റ് 10 മാസത്തെ ശമ്പളം എനിക്ക് എഴുതി അയച്ചു തന്നാൽ മതി. ക്വാളിഫയിങ് സർവീസ് നിങ്ങൾ എന്ന് സർവീസിൽ കയറി ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ then I will give you the proper answer. Don't be worried. എത്ര കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പം after 25 years, if we take BRS, whether we get all benefits? യാതൊരു സംശയമില്ല. അവിടെ 5 വർഷത്തെ വെയിറ്റേജും കിട്ടും. അതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാതെ. ഇപ്പൊ ഞാൻ ആദ്യം ഒരു ബേസിക് ഐഡിയ പറയുന്നതേ ഉള്ളൂ. വെയിറ്റേജ് 5 വർഷത്തെ കിട്ടും. അതായത് ഒരാൾക്ക് 28 വർഷം സർവീസ് ഉണ്ട്. 28 വർഷം സർവീസ് ഉണ്ടപ്പോൾ 23-ാമത്തെ വർഷം അയാള് റിട്ടയർമെന്റ് ഓപ്റ്റ് ചെയ്യുന്നു. അയാൾക്ക് ആ വെയിറ്റേജ് 28 വർഷം ആയ എത്ര പെൻഷൻ കിട്ടും, ആ പെൻഷൻ കിട്ടും. അതിന് പ്രൊവിഷൻ ഉണ്ട്, വെയിറ്റേജ് കിട്ടും. 5 ഇയേഴ്സ് വെയിറ്റേജ്. അത് ഞാൻ ഡ്യൂ കോഴ്സിൽ ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. How many years of service is required for invalid pension? ഇൻവാലിഡ് പെൻഷൻ അത് അങ്ങനെ സർവീസ് എന്നല്ല പറയുന്നത്. അത് ഇൻവാലിഡ് ആവുന്നതിന് ഇത്ര വർഷം ഒന്നും ആരും പറഞ്ഞിട്ടില്ല. അയാൾക്ക് ഏത് സമയം വേണമെങ്കിലും ഇൻകേപ്പബിൾ ആവാമല്ലോ. അപ്പൊ ഇൻകേപ്പബിൾ ആയി കഴിയുമ്പോഴത്തേനല്ലേ അയാൾക്ക് അതിന് ഇത്ര വർഷം കഴിയുമ്പോഴാണ് അയാൾക്ക് ഇൻകേപ്പബിലിറ്റി ഉണ്ടാകുന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ അത് സർക്കാരാണ് ഗ്രാന്റ് ചെയ്യുന്നത്. സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ. എത്ര ആയാലും. മനസ്സിലായില്ലേ? അവർ അതില് സ്പെസിഫിക് പീരീഡ് നിർണയിച്ചിട്ടില്ല. ഇത്ര വർഷം ആകുമ്പോൾ ഒരാൾ ഇൻകേപ്പബിൾ ആവുമെന്ന് ഒരിക്കലും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. For the pension amount. സീലിംഗ് ഉണ്ട്. ഇപ്പൊ ഓരോ പേറുഷനിലും ഓരോ സീലിംഗ് പറയുന്നുണ്ട്. ഇപ്പൊ 1,20,000 ഞാൻ അപ്പൊ പുതിയ പേറുഷൻ എടുത്ത് കഴിഞ്ഞ പേറുഷൻ എടുത്ത് ഞാൻ പറഞ്ഞു തരാം. എത്രയാണ് സീലിംഗ് എന്ന് ഞാൻ പറഞ്ഞു തരാം. 80,000 ആയിരുന്നു. അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പുതിയ പേറുഷൻ ഓരോ വിവിധ പേറുഷൻ ഓർഡറുകൾ എടുത്ത് ഞാൻ ഓരോ പേറുഷനിലും എത്രയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് then I will give you. Okay. Is it applicable to the NPS scheme too? ഇല്ല. അത് ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഇതെല്ലാം നമ്മുടെ നോർമൽ പെൻഷന്റെ KSR പാർട്ട് 3 പ്രകാരം NPS-കാർക്ക് ഇത് ബാധകമേ അല്ല. NPS-കാർക്ക് ഈ പറഞ്ഞ കാര്യം ഒന്നും ബാധകമല്ല. പെൻഷന്റെ കാര്യത്തിൽ ബാധകമല്ല. പക്ഷെ DCRG കിട്ടും. DCRG 33 വർഷം സർവീസുള്ള അതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പരമാവധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 17 ലക്ഷമാണ്. ഞാൻ ഓരോ പേറുഷനിലെ എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞിരിക്കുന്നത് 2021 പേറുഷനിൽ 17 ലക്ഷമാണ്. 2014 പേറുഷനിൽ 14 ലക്ഷമാണ്. 2011 പേറുഷനിൽ 7 ലക്ഷമാണ്. 2005 പേറുഷനിൽ 3,30,000.
അങ്ങനെ ഓരോ വർഷവും കാലാകാലങ്ങളിലുള്ള പെൻഷന്റെ ഇതനുസരിച്ച് പേറുഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ പേറുഷനിലാണ് മിനിമവും മാക്സിമവും ഇല്ലല്ലോ സർ. DCRG NPS ഇല്ലല്ലോ. DCRG NPS കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിലില്ല. കേരളത്തിലില്ല. അത് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആരോ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. DCRG കൊടുക്കണമെന്നും പറഞ്ഞു. പക്ഷെ അതിന്റെ ഓർഡർ ഞാൻ കണ്ടിട്ടില്ല. ഓർഡർ ഇറങ്ങിയൊന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റി എനിക്ക് അതിന്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാമിലി പെൻഷൻ. ഫാമിലി പെൻഷൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഫാമിലിക്ക് പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. പെൻഷൻ അനുവദിച്ചാൽ ഇപ്പം ഭർത്താവ് പെൻഷനറാണ്, ഭാര്യയും പെൻഷനറാണെങ്കിൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കും, ഭാര്യ മരിച്ചാൽ ഭർത്താവിനും പെൻഷൻ കിട്ടും. അപ്പൊ അവിടെ പറയുന്നുണ്ട് കുടുംബം എന്നുള്ളത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. സ്പൗസ് ഉണ്ട്, കുട്ടികളുണ്ട്, അച്ഛൻ അമ്മയുണ്ട്, 18 വയസ്സിന് താഴെയുള്ള സഹോദരങ്ങള് സഹോദരിമാര്, അവിവാഹിതര്, വിധവകള്, വിവാഹമോചിതര് ആയ സഹോദരിമാര്, അല്ലെങ്കിൽ നേരത്തെ മരിച്ചുപോയ മകന്റെ കുട്ടികൾ, ഇവരെല്ലാം ആ നോമിനേഷനിനകത്ത് വരും. കുടുംബം എന്നുള്ളതിന്റെ നോമിനേഷനിൽ വരുന്നവരാണ്. ഒന്നുകൂടെ ഞാൻ പറയാം: ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പിന്നെ കുട്ടികളെന്ന് പറഞ്ഞാൽ മക്കള്, അച്ഛൻ അമ്മ വരെ, പിന്നെ 18 വയസ്സിന് താഴെയുള്ള സഹോദരന്മാർ സഹോദരിമാർ, അവിവാഹിതര്, വിധവകള്, വിവാഹമോചിതരായ സഹോദരിമാർ, സഹോദരന്മാരില്ല, സഹോദരിമാരേ ഉള്ളൂ, നേരത്തെ മരിച്ചുപോയ മകന്റെ കുട്ടികൾ, ഇതിനെല്ലാം തെളിവ് വേണം. ഇവരെല്ലാം അവർക്ക് ഈ ഫാമിലി പെൻഷന്റെ പെർവ്യൂല് അല്ലെങ്കിൽ ഫാമിലി എന്നുള്ളതിന്റെ പെർവ്യൂല് വരുന്നതാണ്. അത് വളരെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾക്ക് ഈ പറയുമ്പോൾ ഈ ചില ഈ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ ഇത് കൂടുതലും പെൻഷന്റെ സാങ്ഷനിങ് അതോറിറ്റി ആരാണ്? ഹൂസ് എ സാങ്ഷനിങ് അതോറിറ്റി? നമുക്ക് പെൻഷൻ സാങ്ഷൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റിയാ. അപ്പോയിന്റിംഗ് അതോറിറ്റി AGക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഇത്ര പെൻഷൻ. അപ്പൊ അവരാണത് അതൊരു ചെക്കിംഗ് അതോറിറ്റി മാത്രമാണ് AG എന്ന് പറയുന്നത്. നമുക്ക് പെൻഷൻ സാങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റിയാണ്. പെൻഷൻ നിങ്ങൾക്ക് എത്ര രൂപ ഇന്ന പെൻഷൻ സാങ്ഷൻ ചെയ്യുന്നത്, അത് എത്ര രൂപ എന്നുള്ളത് ചെക്കിംഗ് ദ കറക്റ്റ്നെസ് മാത്രമാണ് AG ചെയ്യുന്നത്. അത് പലപ്പോഴും പലർക്കും തെറ്റാറുണ്ട്. പെൻഷൻ സാങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റിയാണ് പെൻഷൻ ഇത് ചെയ്യുന്നത്. ഇനി പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇനി പ്രധാനപ്പെട്ട പെൻഷൻകാർക്ക് പുനർനിയമനം കൊടുക്കാറുണ്ട്. ഒരുപാട് പേർക്ക് റീഎംപ്ലോയിഡ് പെൻഷനേഴ്സ് ഉണ്ട്. ഇപ്പൊ റീഎംപ്ലോയിഡ് പെൻഷനേഴ്സിന് അവർക്ക് ലാസ്റ്റ് എന്താ പറയാ വാങ്ങിച്ച ശമ്പളം കിട്ടും. പക്ഷെ അത് പെൻഷനിൽ നിന്ന് റെഡ്യൂസ് ചെയ്താണ് കൊടുക്കുന്നത്. അതും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തെല്ലാം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി പണ്ട് കാലത്ത് ഈ പെൻഷൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ നോമിനൽ എമൗണ്ട് ആയിരുന്നു. നോമിനൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ്, അതിനുശേഷം ആണ് കാലാകാലങ്ങളിലുള്ള ഈ എന്താ പറയുക പേറുഷന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പെൻഷൻ കിട്ടിത്തുടങ്ങിയത്. പിന്നെ ഈ പെൻഷൻ ഇപ്പം പ്രിസത്തിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പെൻഷൻ അപ്ലൈ ചെയ്യുന്നത് പണ്ട് നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. പെൻഷന് നമ്മള് ഈ പെൻഷൻ ബുക്ക് സഹിതം അതിപ്പോ എല്ലാം പ്രിസത്തിലൂടെ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഓർത്തിരിക്കണം, പ്രിസം. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ പെൻഷൻ നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാവുന്നത് 2006 മുതൽ 40% കമ്മ്യൂട്ട് ചെയ്യാം. 2006 മുതൽ 40% നമുക്ക് അഡ്വാൻസ് കമ്മ്യൂട്ടേഷൻ ആയിട്ട് കിട്ടും. ഇപ്പം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 60,000 80,000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരാൾക്കാണെങ്കിൽ അതിന്റെ 40% നേരത്തെ കമ്മ്യൂട്ട് ചെയ്ത് എടുക്കാൻ കഴിയും. പക്ഷേ അതിനു മുമ്പോട്ട് അത് 33.3% ആയിരുന്നു. അതിനു മുമ്പിട്ട് 40% ആയിരുന്നു. അതിനു മുമ്പിട്ട് 88 വരെ 50% വരെ കമ്മ്യൂട്ട് ചെയ്യാമായിരുന്നു. ഇപ്പോഴ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴ് എത്ര ശതമാനമാണ് കമ്മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ 40% ആണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇൻ അഡ്വാൻസ് ആയിട്ട് കിട്ടുകയാണ് 40% കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം
ഇപ്പൊ പെൻഷന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ DCRG ആണെങ്കിൽ P+DA ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. DCRG പേയും DAയും കൂടെ ചേർത്താണ് DCRG കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ക്വാളിഫയിങ് സർവീസും കാൽക്കുലേറ്റ് ചെയ്യും. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് കൂടെ ചേർത്താണ് നമുക്ക് DCRG കിട്ടുന്നത്. അതിനെ പരമാവധി ലിമിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രസന്റ്ലി 17 ലക്ഷമായിട്ടാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് പെൻഷന്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞു തീർക്കാനുള്ള ഒരു എന്താ പറയുക, നമുക്ക് അതിനുള്ള സമയവും ഇല്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്, പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട്. പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും അവർക്ക് എന്താ പറയുന്ന അതാത് കാലാകാലങ്ങളിലുള്ള റിസർവേഷനെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് പെൻഷൻ നിർണയിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ പെൻഷൻകാർക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അവർക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ള പണ്ട് നേരത്തെ അവർക്കൊരു മെഡിക്കൽ അലവൻസ് കൊടുക്കുമായിരുന്നു. ആ മെഡിക്കൽ അലവൻസിന് പകരം ഇപ്പോഴാണ് നമുക്ക് മെഡിസെപ്പ് വന്നിരിക്കുന്നത്. മെഡിസെപ്പ് ഇപ്പം 1000 രൂപയാക്കാൻ പോകുന്നു എന്ന്, 750 പകരം 1000 രൂപയാക്കാൻ പോകുന്നു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് OMR ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ആ OMR ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ക്വാളിഫയിങ് ഇനിയിപ്പം വേറൊരു കാര്യങ്ങളുണ്ട്. അപ്പൊ പെൻഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് അത് ചോദിക്കാനുള്ള ഒരു ചെറിയ സാധാരണഗതിയിൽ അത്രയും ഈ വലിയ കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലംസ് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഫാമിലി മെമ്പേഴ്സ് എലിജിബിൾ ഫോർ ഫാമിലി പെൻഷൻ ആരൊക്കെയാണെന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു. അത് ചോദിക്കാറുണ്ട്. വൈഫിന്, ഹസ്ബൻഡിന്, പിന്നെ ഞാൻ പറഞ്ഞു ചിൽഡ്രൻസ് സഫറിങ് ഫ്രം ഫിസിക്കലി മെന്റൽ ഡിസോർഡർ ഡിസബിലിറ്റി ഉള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അൺമാരീഡ് ഡോട്ടർ എബവ് 25 ഇയേഴ്സ് ടിൽ ഡെത്ത് കിട്ടുന്നുണ്ട്, അവർക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഡിസേബിൾഡ് ഡൈവേഴ്സ്ഡ് ഡോട്ടർ അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇനി വേറൊരു കാര്യമുണ്ട്, കമ്മ്യൂട്ടേഷന് വാല്യൂ നിർണയിച്ചിട്ടുണ്ട്. കമ്മ്യൂട്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് അത് ഒരു ടേബിളാണ്, ഒരു സ്ലാബാണ്, ഒരു ചാർട്ടാണ്. അത് ഈ പെൻഷന്റെ ഏജ് കൂടുന്തോറും നമുക്ക് ആ കമ്മ്യൂട്ടേഷന്റെ വാല്യൂ കുറഞ്ഞു വരിക. അതായത് 55 വയസ്സായപ്പോൾ റിട്ടയർ ചെയ്യുന്നവർക്ക് 11.73 ആയിരുന്നു ആ കമ്മ്യൂട്ടേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞത്. പക്ഷെ 56 ആയപ്പോഴും 11.42 ആണ്. എന്നാൽ 60 വയസ്സായ 10.13 ആണ് എന്ന് പറയുമ്പോൾ കമ്മ്യൂട്ടേഷൻ കുറയും. ഇപ്പൊ പെൻഷൻ പ്രായം 55 ആക്കുന്നതാണ് കമ്മ്യൂട്ടേഷന് നല്ലത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അത് ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ പ്രസന്റ് 56 വയസ്സിന്റെ കമ്മ്യൂട്ടഡ് വാല്യൂ എന്ന് പറയുന്നത് 11.42 ആണ്. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. The age of retirement is 56 years. Then what is the commuted value? Commutation value ചോദിച്ചാൽ 11.42. അതൊരു ചാർട്ടാണ്, ടേബിളാണ്. അത് കാലാകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏജിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിർണയിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിക്കാനാണ് ചോദിച്ചോണ്ടാട്ടെ. ധൈര്യമായിട്ട് ചോദിക്കണം. ബിന്ദു മാഡം. സാർ ഇതിനകത്ത് ചാറ്റ് ബോക്സിൽ വന്നേക്കുന്നത് ഫാമിലി പെൻഷൻ ഹൗ മെനി പെർസെന്റേജ്? പെർസെന്റേജ് എന്നല്ല, അതിന് സ്ലാബ് പറയുന്നുണ്ട്. അത് ഞാൻ പേർഷൻ ഓർഡർ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. അത് ഇതനുസരിച്ചാണ് ഓരോരുത്തരുടെ ശമ്പളം ഗ്രേഡും ഒക്കെ അനുസരിച്ചാണ്. അത് ഞാൻ പറഞ്ഞുതരാം. പേർഷൻ ഓർഡർ എല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ആ OMR ഇതില് പേർഷൻ ഓർഡറൂടെ ലാസ്റ്റ് പേർഷൻ ഓർഡർ എടുത്ത് കുറച്ച് കാര്യങ്ങൾ ഈ KSRൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പേർഷൻ ഓർഡറിലുണ്ട്. അത് ഡിസ്കസ് ചെയ്യണം. അതിൽ നിന്ന് 2-3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ പേർഷൻ ഓർഡറും കൂടെ ചേർത്ത് വേണം OMR ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ. ചാർട്ട് ബൈ ഹാർട്ട് പഠിക്കണമെന്നൊരു സംശയം വന്നിട്ടുണ്ട്. കേട്ടില്ല. ചാർട്ട് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണോ? അതെ, ഒന്നും പഠിക്കണം. 11.42 മാത്രം പഠിച്ചാൽ മതി. 56 വയസ്സ് നമുക്ക് അതാ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ 56 വയസ്സിൽ ആണ് റിട്ടയർമെന്റ്. അപ്പൊ അതില് ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി. 11.42 മാത്രം പഠിച്ചാൽ മതി. 11.42 അതൊക്കെ നിങ്ങളെ ഓർത്തിരിക്കും.
Commutation of pension for how many years? കേട്ടില്ല. Commutation of pension for 12 years. ഇനി ഞാൻ പാർട്ട് ടൈംകാരുടെ കാര്യം ഞാൻ പറഞ്ഞു. അത് ഒരുപാട് പ്രാവശ്യം പാർട്ട് ടൈം, കാരണം നിങ്ങളൊക്കെ ഈ പാർട്ട് ടൈംകാരുടെ പെൻഷനും അവരുടെ പെൻഷൻ പേപ്പറൊക്കെ ഒപ്പിടേണ്ടതാണ്. അവർക്ക് ഏജ് ഓഫ് റിട്ടയർമെന്റ് 70 years ആണ്, ഓർത്തോളുക. മിനിമം പെൻഷൻ 10 വർഷമാണ്. ക്വാളിഫയിങ് സർവീസ് ഫോർ ഫുൾ പെൻഷൻ 30 വർഷമാണ്. ക്വാളിഫയിങ് സർവീസ് ഫോർ മിനിമം DCRG 5 വർഷമാണ്. സാധാരണക്കാരുടെ പോലെ തന്നെയാണ്, പക്ഷെ അവർക്ക് പെൻഷൻ പ്രായം 70 ആണ്. ക്വാളിഫയിങ് സർവീസ് ഫോർ മാക്സിമം DCRG എന്ന് പറയുന്നത് 33 years ആണ്. അവർക്ക് മിനിമം പെൻഷൻ പഴയ പേറുഷം പ്രകാരമാണ്, പുതിയത് പ്രകാരം അല്ല ഞാൻ പറയുന്നത്. പഴയ പേറുഷം പ്രകാരം 4400, മാക്സിമം പെൻഷൻ 8400 ആണ്, ഓർത്തോളുക. അപ്പം ഇനിയും DCRG അവർക്ക് മാക്സിമം കൊടുക്കുന്നത് 2,80,000 പഴയ പേറുഷം പ്രകാരം. പുതിയതിന്റെ ഞാൻ പറഞ്ഞിട്ടില്ല, പുതിയതിന്റെ അത് ഡിസ്കസ് ചെയ്യാം. ഞാൻ പഴയ പേറുഷൻ ഓർഡറാണ് കയ്യിലിരിക്കുന്നത്, പുതിയ പേറുഷൻ ഓർഡർ എൻ്റെ കയ്യിലില്ല. അത് ഇപ്പോൾ അവൈലബിൾ അല്ലേ, ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ തപ്പിയെടുത്തില്ല, കിട്ടിയില്ല. ഇനിയും നമ്മളെ ഈ പെൻഷനെ സംബന്ധിച്ച് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ ഞാനൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഞാനൊന്ന് പറയാം. അപ്പൊ നമ്മുടെ ഈ പാർട്ട് 1 KSR, യഥാർത്ഥത്തിൽ KSRന്റെ 3 പാർട്ടാണുള്ളത്, 2 വോളിയമാണുള്ളത്. ഞാനൊരു 5-6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ KSR പാർട്ട് 1 എന്ന് മുതലാണ് എഫക്റ്റിൽ വന്നത് എന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കേരള സർവീസ് റൂൾസ് പാർട്ട് 1 were given effect from 1/11/1959. 1959 നവംബർ മാസം 1-ാം തീയതി മുതലാണ് അതിന്റെ എഫക്റ്റ് വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരള സർവീസ് റൂൾസ് ഉണ്ടായത് എന്തിനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗവേൺഡ് ബൈ. അപ്പോൾ കേരള സർവീസ് റൂൾസ് ആർ ഗവേൺഡ് ബൈ ഡാഷ് എന്ന് പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അതായത് കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968, പബ്ലിക് സർവീസസ് ആക്ട് 1968 ബേസ് ചെയ്താണ് ഈ കേരള സർവീസ് റൂൾസ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിനെ ആധാരപ്പെടുത്തിയാണ് ഈ കേരള സർവീസ് റൂൾസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതായത് കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968 ആണത്. അത് ചോദിക്കാൻ കൊള്ളാവുന്നൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനിയും ഇതുപോലെ ഒരു ഏകദേശം ഒരു 100 ക്വസ്റ്റ്യൻ, ഞാൻ 100 അല്ല, ഒരു 100-150 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി പറയുന്ന പോലെ നെക്സ്റ്റ് ഡേ. അതിൽ മിക്കവാറും ഒരു 50-60 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണഗതിയിൽ അത്രയൊക്കെ കിട്ടാറുമുണ്ട്. അപ്പൊ ഇനിയും ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇന്ന് പൂജ വെച്ച് എല്ലാവരും ഒരു എന്താ പറയുക, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുക. ബിന്ദുമഴ എത്ര പേര് കയറിയായിരുന്നു? തുടക്കത്തിൽ ഒരു 60-65 ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ 64 ആൾക്കാരുണ്ട് ഇപ്പൊ ആസ് ഓഫ് നൗ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് അപ്പൊ നെക്സ്റ്റ് ഡേ ഇപ്പൊ ഇനി മാം പറഞ്ഞതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ വളരെ ഹെക്റ്റിക്കായ സെഷൻസ് ആയിരിക്കും. ദാറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 2 hours. അപ്പോൾ പരമാവധി ആൾക്കാർ അതിൽ പങ്കെടുക്കണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. ദാറ്റ് ഐ വിൽ പ്രിപ്പയർ അബൌട്ട് 200 ക്വസ്റ്റ്യൻസ്. ഒരു 200ഓളം ചോദ്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന് ആൻസറും കൂടെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നല്ല സ്പീഡിൽ പോകണം. അപ്പൊ ആദ്യമൊക്കെ പതുക്കെയാ പറഞ്ഞു പോയത്, പിന്നെ നല്ല സ്പീഡിൽ പറഞ്ഞുപോയി. അപ്പൊ ആ 200 ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം തന്നെ പുതിയ പേർവിഷന് അതിന്റെ വലിയ ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് തപ്പിയെടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മുടെ കേരള സർവീസ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടെ ഞാൻ അത് കോപ്പറേറ്റീവ് റിക്കവറി, അവിടെ ഒരു കാര്യമുണ്ട്. ഈ കോപ്പറേറ്റീവ് റിക്കവറി സാധാരണഗതിയിൽ റിക്കവറി എത്ര റിക്കവറി വന്നാലും 65% ശമ്പളം കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ കോപ്പറേറ്റീവ് റിക്കവറിക്ക് മാത്രം ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ ശമ്പളം റിക്കവർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, കോടതി വിധിയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർ സൂക്ഷിച്ചു വേണം. സാലറി സർട്ടിഫിക്കറ്റ് കണ്ണടച്ച് കൊടുക്കുന്നവർക്ക് വളരെ സൂക്ഷിച്ചു വേണം. അപ്പൊ കോപ്പറേറ്റീവ് റിക്കവറി വന്നു പോയാൽ അവർക്ക് വേണം കാരണം എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാലേ ഞാൻ പറയുന്നത് മുഴുവൻ ശമ്പളം റിക്കവർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കോടതി വിധി എവിടെയോ ഞാൻ വായിച്ചിട്ടുമുണ്ട്. ഞാനത് ഏതോ ക്വസ്റ്റ്യന് ഞാനത് ഇട്ടു വെച്ചിട്ടുണ്ട്.
കോപ്പറേറ്റീവ് റിക്കവറിക്ക്. അങ്ങനൊരു കാര്യമുണ്ട്. ബാക്കി എല്ലാ റിക്കവറിക്കും ഈ പറയുന്ന ഈവൻ മറ്റ് അറ്റാച്ച്മെന്റ്സിനൊക്കെ കഴിച്ച് 65% ശമ്പളം ജീവനാംശം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താ പുസ്തകമൊക്കെ ഒന്ന് പൂജ വെച്ച് എല്ലാവരും എന്താ പറയുക, നല്ല എല്ലാവരും പരീക്ഷ എഴുതി എല്ലാവരും പാസ്സാവണം. അപ്പം 200 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഫൈനാൻഷ്യൽ കോഡും ബഡ്ജറ്റ് മാനുവലും, അതും ഒൺലി OMR ഓറിയന്റഡ് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് അങ്ങ് തരികയാണ്, തന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇത്രയും വലിയൊരു സംഹിത നമുക്ക് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ വെച്ച് നമുക്ക് തീർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ സ്വയം മനസ്സിലാക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിവേ, നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചു നോക്കുന്നതിന് ബേസിക് കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ആ പുസ്തകത്തിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് യു ആർ ഇനഫ് ക്വാളിഫൈഡ് ആൻഡ് ഇനഫ് കോമ്പിറ്റന്റ്, നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ഷാൽ വി വൈൻഡ് അപ്പ് ടുഡേ മാം? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സർ. എനിക്ക് തോന്നുന്നു വേറെ ഡൗട്ട്സ് ഒന്നും ചോദിച്ചിട്ടില്ല. സുന്ദര മാഡം? സാറെ വൈൻഡ് അപ്പ് ചെയ്യാം. വളരെയധികം നന്ദിയുണ്ട് സാറ്. വളരെ സിമ്പിൾ ആയിട്ട്, എത്ര ടഫ് ടോപ്പിക് ആണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാറ് ക്ലാസ് എടുത്തു. എനിക്ക് തോന്നുന്നു എല്ലാവരും അത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോ സാറിന് വളരെയധികം നമ്മുടെ KG ട്രിവാൻഡ്രത്തിന്റെ പേരിലും സ്റ്റേറ്റ് അക്കാഡമിക്കിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു സർ. നമുക്ക് അടുത്ത ക്ലാസ് ഡേറ്റ് അനുസരിച്ച് എല്ലാവരെയും വിളിക്കാം. അപ്പൊ ഞാൻ ബിന്ദുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് പൂജയെടുപ്പോട് കൂടി തന്നെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജയിക്കാനുള്ള ടിപ്സ് കൂടെ തന്ന് ക്ലാസ്സുകൾ അവസാനിപ്പിച്ചോളാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു ബിന്ദുമാഡത്തിനോട്. അപ്പൊ എല്ലാവർക്കും അതിന് പറ്റിയെന്ന് വരത്തില്ലെന്നും പറഞ്ഞു. നിങ്ങളെല്ലാം ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, ഒരു ഓഫീസിന്റെ പ്രൊസീജിയർ എന്താണ്, എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സിലബസ്. ഇപ്പൊ മാം തന്നെ പറഞ്ഞു, ഏതെങ്കിലും ഒരു സമ്മേളനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു സെഷനോടെ കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാവുന്നത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. കാരണം എന്ന് പറയുമ്പം വളരെ ചെറുപ്പക്കാരാണ്, അവർക്ക് പലർക്കും ഈ റൂൾസിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാവില്ല. പക്ഷെ ആ അവയർനെസ് ഉണ്ടാവണം. അത് മുഖാന്തരം പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതും കൂടെ അല്ലെങ്കിൽ MOP നിങ്ങൾ അതും കൂടെ ഒന്ന് വായിച്ചിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്താ പറയുക, നല്ല വിദ്യാരംഭം, പുതിയ ഇത് എന്താ പുതിയൊരു എന്താ പറയുക, ഒരു ചാപ്റ്റർ തുറക്കട്ടെ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി എല്ലാവരും വിജയിക്കട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താ പറയുക, ഈ പൂജ ആശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു സർ. ബിന്ദു മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, പറഞ്ഞു അവസാനിപ്പിക്കാം. സാർ, ഇത് ഒന്നുമില്ല, നമുക്ക് അടുത്തുള്ള സെഷൻസ് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞ നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ പോകാം. OMR ഒക്കെ കവർ ചെയ്തിട്ടെ അതെ, അങ്ങനെ പോവാം. അതായിരിക്കും നല്ല. എല്ലാവർക്കും സമയക്കുറവുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണലി ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ പേഴ്സണലി. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുന്നതിന്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. Thank you. Good night. ഓക്കെ, ഗുഡ് നൈറ്റ്.